അത് കാണാൻ ഞങ്ങൾക്ക് വയ്യ. മുത്തശ്ശി, ഇന്ദ്രനെ ഫേസ് ചെയ്യാൻ എനിക്കും ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ എനിക്ക് അവനെ കണ്ടേ മതിയാവൂ. അവൻ വിളിച്ചിട്ടാ ഞാനിപ്പോ ഇങ്ങോട്ടേക്ക് വന്നത്. അവൻ നിന്നെ വിളിച്ചിരുന്നോ? വിളിച്ചിരുന്നു. ഒരു നല്ല സ്വപ്നം കണ്ട പോലെ ഉണ്ട്. അതെ, കുഞ്ഞു പറഞ്ഞ നേരാ. ഞങ്ങള് കണ്ട സ്വപ്നം ഫലിച്ചു എന്ന് തന്നെ പറയാം. ഏട്ടന്റെ ഭാര്യയായി, ഞങ്ങളുടെ എല്ലാ ഏട്ടത്തിയമ്മയായി പാറു ഈ വീട്ടിൽ താമസിക്കുന്നു പറയുമ്പോ സത്യം പറയാലോ, ഞങ്ങളെല്ലാം ഭയങ്കര സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുക. പാറുവിന് ഇവിടെ ഒരു കുറവുണ്ടാവാതെ ഞങ്ങള് നോക്കിക്കോളാം. അതെ, ഞങ്ങളുടെ സ്വന്തം ഏട്ടത്തമ്മയ്ക്ക് ഞങ്ങളുടെ സ്പെഷ്യൽ കെയർ ഉണ്ടാവും. ഫ്രഷ് ആവണ്ടേ? വാ വാ വാ. പിന്നെ ഞാൻ ഏട്ടത്തിയമ്മയ്ക്ക് ചൂടുവെള്ളം വെച്ചിട്ടുണ്ട് കുളിക്കാൻ. ഏട്ടത്തിയമ്മയ്ക്ക് ചൂടുവെള്ളം വേണമെന്ന് പറഞ്ഞായിരുന്നു. അതിനെന്താ ഇത്ര പറയാൻ? കുറച്ച് ചൂടുവെള്ളം വെക്കുന്നതിന് പ്രത്യേകിച്ച് ചെലവൊന്നുമില്ലല്ലോ. ഏട്ടത്തിയമ്മയ്ക്ക് എന്താണ് ഇഷ്ടം അത് മതി. ഇനി ഈ ദർഭമോതിരം എടുത്ത് വലത് കൈയിലെ മോതിരവിരലിൽ അണിഞ്ഞോളൂ. ഇനി കിണ്ടിയിലെ വെള്ളത്തിൽ കൈ നനച്ചോളൂ. ഇനി എള്ളും പൂവും ചന്ദനും എടുത്ത് ആത്മാവിനെ സങ്കല്പിച്ച് വെള്ളം പകർന്ന് ഇലയിലേക്ക് സമർപ്പിച്ചോളൂ. ഇനി പിണ്ടം ഉരുട്ടിക്കോളൂ. പൂട്ടോളൂ.
എവിടെ പോകുന്നു? അത് ഇത്രയൊക്കെ അപമാനിച്ചത് പോരെ, ഇനി വീട്ടിൽ കയറി വന്ന് അപമാനിക്കണോ? ഒന്നും മനഃപൂർവ്വമായിരുന്നല്ലോ വിശേട്ടാ. അവൻ ഇങ്ങനെ ഒരു ചതി ഞങ്ങളോട് ചെയ്യുമെന്ന് ഞങ്ങൾ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചില്ലല്ലോ. ഇത് തന്നെയാ നിന്റെ അച്ഛനും പറയുന്നത്. നിങ്ങൾക്കിത് പറഞ്ഞ കഴിഞ്ഞല്ലോ. നിങ്ങൾക്കുണ്ടായ മാനക്കേട് മാപ്പ് പറഞ്ഞ തീരില്ലെന്ന് അറിയാം. മാപ്പ് പറയാനുള്ള അർഹത പോലും ഞങ്ങൾക്കില്ല വിശേട്ടാ. എങ്കിലും ഞാൻ മാപ്പ് ചോദിക്കാം. മാപ്പോ? നിങ്ങൾ കാരണം ഞങ്ങളുടെ കുടുംബത്തിന്റെ അഭിമാനം തകർന്നത്. അത് തിരികെ തരാൻ നിങ്ങൾക്ക് പറ്റുമോ? പറ്റുമോന്ന്? ഇവിടെ ഒരുത്തൻ ഇന്നലെ മുറിക്കകത്ത് കയറി വാതിലടച്ചതാ. ഇന്ന് ഈ നിമിഷം വരെ അവൻ ആ മുറി വിട്ട് പുറത്തിറങ്ങിയിട്ടില്ല. അവനെ എന്ത് പറഞ്ഞാ ഞങ്ങൾ ആശ്വസിപ്പിക്കുക? അവന്റെ വിഷമം എങ്ങനെ ഞങ്ങൾ മാറ്റിയെടുക്കും? എല്ലാം കൊണ്ട് ഞങ്ങൾക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുക. അതുകൊണ്ട് വെറുതെ ഒരു വർത്തമാനത്തിന് ഇടവരുത്താതെ വന്ന വഴിക്ക് പോകാൻ നോക്ക്. ഇറങ്ങാൻ. മുത്തശ്ശി, എനിക്ക് ഇന്ദ്രനെ കാണണം. ഞാൻ അവനെ കാണാതെ പോവില്ല. മര്യാദയ്ക്ക് പോകുന്ന നല്ലത്. ആരെയും കാണാൻ കൂട്ടാക്കാതെ മുറിക്കകത്ത് അടച്ചിരിക്കുന്ന ഇന്ദ്രനെ നീ കണ്ടാല് അവന്റെ സങ്കടവും വിഷമവും കൂടുകയുള്ളൂ. അത് കാണാൻ ഞങ്ങൾക്ക് വയ്യ. മുത്തശ്ശി, ഇന്ദ്രനെ ഫേസ് ചെയ്യാൻ എനിക്കും ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ എനിക്ക് അവനെ കണ്ടേ മതിയാവൂ. അവൻ വിളിച്ചിട്ടാ ഞാനിപ്പോ ഇങ്ങോട്ടേക്ക് വന്നത്. അവൻ നിന്നെ വിളിച്ചിരുന്നോ? വിളിച്ചിരുന്നു. അവൻ എന്നോട് എന്തൊക്കെയോ സംസാരിക്കണമെന്ന് പറഞ്ഞു. അതുകൊണ്ടാ അവന്റെ കോള് വന്ന ഉടനെ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. ഇതുവരെ അവൻ ഞങ്ങളോട് ആരോടും ഒരു വാക്കുപോലും മിണ്ടിയിട്ടില്ല. ജലപാനം കഴിച്ചിട്ടില്ല. അവന് നിന്നെ കാണണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിനക്ക് പോയി അവനെ കാണാം. വിശ്വ, ഈ ചതിയനെ വീട്ടിൽ കയറ്റണോ? മുത്തശ്ശി, ഇന്ദ്രൻ ഇവനോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയട്ടെ, തടയണ്ട.